ഈ സംസാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ തോമസ് ഐസക്കിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയ അവരും ഒറ്റവാചകത്തിൽ പറഞ്ഞു നിർത്തിയത് എന്ന് തോന്നുന്നു. കിഫ്ബി ഒരു ബദൽ മാതൃകയോ എന്നുള്ളതാണ് ചോദ്യം. 1999 യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബിയെക്കുറിച്ച് ആളുകൾ അധികം കേട്ടത് എങ്കിലും അത് പോസിറ്റീവായിട്ട് ഒരുപാട് കേട്ടു, നെഗറ്റീവായിട്ട് കേട്ടു, രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായി, താങ്കൾക്കെതിരെ കേസ് പോലും ഒക്കെ ഉണ്ടായി. അപ്പോൾ എങ്കിൽ പോലും അത് 99 തുടങ്ങിയതാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബദൽ മാതൃകയായി കണ്ടിരുന്നോ? ഇല്ല. അത് റേസ് ചെയ്യുന്ന ഫണ്ട് ട്രഷറിയിലേക്കാണ് വരിക. അത് എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നത് വളരെ പരിമിതമായിരുന്നു. ആ മോഡൽ കംപ്ലീറ്റ് മാറ്റി. സംസ്ഥാന സർക്കാരിൻ്റെ സാധാരണഗതിയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ളതിനെ വിട്ട് സ്വതന്ത്രമായ ധനകാര്യ സ്ഥാപനമായി അതിൻ്റെ ഒരു പൈസ പോലും ട്രഷറിയിൽ ഇടാൻ പാടില്ല. മുഴുവനും ഈ പറയുന്ന പശ്ചാത്തല സൗകര്യങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണം, അതിന് വേണ്ടി ചിലവഴിക്കാൻ പാടില്ല. സംസ്ഥാന സർക്കാർ നിയമപ്രകാരം ഒരു നിശ്ചിത തുക എല്ലാ വർഷവും കൊടുക്കണം, മോട്ടോർ വാഹന നികുതിയുടെ പകുതി. സോ അതിൻ്റെ അഷ്വേർഡ് ഫ്ലോ ഓഫ് ഫണ്ട്സ് ഉണ്ട്. നേരത്തെ അതില്ല. അപ്പോൾ എന്താ കിഫ്ബി ചെയ്യുന്നത്? ഈ ഫ്യൂച്ചർ ഇൻകം ഫ്ലോയെ ഇന്ന് സെക്യൂരിറ്റൈസ് ചെയ്യണം, അത് ഈടുവെച്ച് വായ്പ എടുക്കുകയാണ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഡസ്. ആൻഡ് നൗ അങ്ങനെ ഫ്യൂച്ചർ ഇൻകം ഫ്ലോ വെച്ച് ചെറിയ തുകയല്ല, 1 ലക്ഷം കോടി രൂപ വായ്പ എടുക്കാനാണ് പരിപാടി ഇടുന്നത്. സോ മാർക്കറ്റ് മസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. ഒരു നൂതന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. ദാറ്റ് വാസ് ദ ഓൺലി റീസൺ മസാല ബോർഡിന് പോയി. ഞാൻ അത് എളുപ്പത്തിൽ നടക്കുന്നൊരു പരിപാടിയല്ല. അതി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. സോ വി വെന്റ് ടു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വെറും 2500 കോടി എടുത്തത്. ബട്ട് ദാറ്റ് സെൻഡ് എ മെസ്സേജ് ടു എൻറ്റയർ ഫിനാൻഷ്യൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഹിയർ ഈസ് എ ന്യൂ പ്ലെയർ. സർക്കാർ ഏജൻസി വിചാരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ പറ്റും, സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവുള്ള ഒരു ഏജൻസി വിചാരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അതെ. സോ മച്ച് സോ ധനകാര്യ വർഷം അവസാനിക്കുമ്പോൾ ബാങ്കുകൾ ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ നിന്ന് ഒരു 500 കോടി എടുക്കൂ, ഒരു 1000 കോടി എടുക്കൂ. നമുക്കിങ്ങനെ മേടിച്ച് പണം വെച്ചിട്ട് കാര്യമില്ല. ബില്ല് വരുന്ന അടുത്ത വർഷം എത്രയും നോക്കിയിട്ട് അത്രയും തുകയിൽ എടുക്കേണ്ടതുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയി യാചിക്കുന്നതിന് പകരം അവർ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഞങ്ങളുടെ നിന്ന് കുറച്ച് വായ്പ എടുക്കുമോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് പോകും. ഈ 99 ഉണ്ടാക്കിയ നിയമം ഇത് ആരും ഉപയോഗിക്കാതെ അൺടാപ്ഡ് ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ 2016-17 ഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് പോക്കറ്റിലുള്ള പണം കൊണ്ട് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, പെൻഷൻ കൊടുക്കുക, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക, ഈ മൂലധനം അതായത് ആസ്തി വികസനം നടത്തുക. അപ്പോൾ ഈ ആസ്തി വികസനം നടത്തുന്നതിന് അധികമായി ഫണ്ട് കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ആശയം തോന്നുമ്പോൾ ഈ പഴയ നിയമത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ പുതിയൊരു SPVയെ കുറിച്ച് എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഈ കിഫ്ബി അങ്ങനെ കിടക്കുന്നത് അതിനെ റിവൈവ് ചെയ്യണം, അല്ലെങ്കിൽ നിയമ ഭേദഗതി നടത്തി പുതിയൊന്നാക്കണം എന്ന് തോന്നാൻ എന്താ കാരണം? കിഫ്ബി UDFും LDFും ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ ഒന്നാണെങ്കിൽ രാഷ്ട്രീയ വിവാദം വരും. കിഫ്ബിയുടെ മോഡിഫിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ വിവാദമാക്കാൻ പറ്റത്തില്ല. ഐകണ്ഠനയല്ലേ പാസ്സാക്കിയത് ഭേദഗതി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയ സ്ഥാപനം ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് രാഷ്ട്രീയ വിമർശനം ഒക്കെ വരും. ഇത് കിഫ്ബി ഉപയോഗിച്ച് ശിവദാസ് മേനോൻ മന്ത്രിയായിരുന്നപ്പോൾ വായ്പ എടുത്തു, അത് ബഡ്ജറ്റിലിട്ട് ചിലവാക്കി. തുടർന്ന് വന്ന് UDF സർക്കാരും വായ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? ഇങ്ങനെ വായ്പ എടുക്കുന്ന പണം സാധാരണ ബഡ്ജറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നിയമസഭയെ പറയാം, നോക്ക് ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ്. സോ ഇറ്റ്സ് മച്ച് ഈസിയർ. നിലവിലുള്ള കിഫ്ബി റിഫോം ചെയ്യുന്നതായിരുന്നു നല്ലത്.
അതുകൊണ്ടമ്മ ബോധപൂർവം തന്നെയാണ്, വേറെ ഒന്നും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ താങ്കൾ അവസാനം ധനമന്ത്രിയായിരുന്ന കാലത്ത് പോലും കിഫ്ബി പ്രോജക്ട്സ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഷോക്കേസ് ചെയ്യപ്പെട്ട, വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങളിലൊന്നായിട്ട് എല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നിയമസഭയിൽ ചർച്ച നടക്കുമ്പോഴും കിഫ്ബി എന്ന് പറയുന്നത് ഒരു കടമെടുപ്പ് സ്ഥാപനമാണെന്നുള്ള വിമർശനം എന്തുകൊണ്ടാണ് വരുന്നത്? പൊളിറ്റിക്കലിയാ. ഇത് ഈ ആകാശത്ത് നിന്ന് ഭസ്മം എടുക്കണ പോലെ എന്ന് 1 lakh crores rupees ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. ഹു ആർ ഇമാജിൻഡ് ഇങ്ങനെ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്? സോ ഇനീഷ്യലി ഡിസ്ബിലീഫാ, ആരും വിശ്വസിക്കുന്നില്ല. നിയമമൊക്കെ പാസ്സാക്കി നടക്കാൻ പോണൊന്നുമില്ല. എന്നാൽ പൊതുവെ എല്ലാവരുടെയും, പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല കേട്ടോ, ഭരണപക്ഷത്തുള്ളവരും സ്വകാര്യമായിട്ട് കളിയാക്കും, ഇങ്ങനെ ആശ കൊടുക്കരുത് എന്ന് പറഞ്ഞു. സോ ഇന്ന് അത് ഫലത്തിൽ വന്നു. then it becomes a political headache. Just imagine, ഇന്ന് തുടങ്ങിയിരിക്കുന്ന മുഴുവൻ പദ്ധതികളും പൂർത്തിയാകുകയാണെങ്കിൽ കേരളം എങ്ങനെ മാറിപ്പോകുന്നു. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? കണക്ടിവിറ്റി വേണം. So Kerala is a state which can think of a K phone which will provide connectivity to every village in Kerala, assured connectivity to every household, അതും subsidies rately. All right, we must have electricity connection. അന്നാ കേരളത്തിൻ്റെ എവിടെ ഇരുന്നും എന്ത് ഇലക്ട്രിസിറ്റി കണക്ഷൻ? നൗ കേരളത്തിലുള്ള ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ 220 kVയുടെയാണ്. അതിൻ്റെ ഇരട്ടി ശേഷിയുള്ള ട്രാൻസ്മിഷൻ ഗ്രിഡ് വേണം. കേരള ഡസൻറ്റ് ഹാവ് even 1 single kilometer of high transmission line. Or else കേരളത്തിൽ എവിടെ ഇരുന്നും ജോലി ചെയ്യാം. കണക്ടിവിറ്റി വന്നു, ഇൻ്റർനെറ്റിൻ്റെയും പിന്നെ ഇലക്ട്രിസിറ്റിയും. ബട്ട് ദെൻ യു വിൽ നീഡ് ടു മൂവ് ഫിസിക്കലി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നതിൻ്റെ പാതി വേഗതയിൽ ട്രെയിനായാലും ബസ്സായാലും കാറായാലും കേരളത്തിൽ ഓടത്തുള്ളൂ. സോ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം സ്റ്റാർട്ടപ്പിനും ഇൻവെസ്റ്റ്മെൻറ്റിനും അനുകൂലമായിട്ട് വേണമെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് മാറ്റണം. അതുകൊണ്ട് ഇത് മാറുന്നു എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഐ ഡോണ്ട് തിങ്ക് അവർ ഡിസ്ബിലീവ് ചെയ്യുന്നുണ്ട്. അതിൽ വിശ്വാസമില്ലെങ്കിൽ ഇവരാരും എൻ്റെ അടുത്ത് വന്നിങ്ങനെ റോഡും പാലവും ഒക്കെ ചോദിക്കത്തില്ല. ചോദിച്ചാൽ ആർക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പം ഇത് രാഷ്ട്രീയ LDFൻ്റെ നേട്ടമായിട്ട് വരുമ്പോൾ ദാറ്റ്സ് പൊളിറ്റിക്കൽ പ്രോബ്ലമായിട്ട്. ഇല്ലേ, ഇതിനകത്ത് എന്ത് കാര്യത്തിലാണെങ്കിലും അവസാനം പൊളിറ്റിക്സ് കാണും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി അനുസരിച്ച് പ്രതിപക്ഷം ഭരണപക്ഷം എല്ലാത്തിലും പൊളിറ്റിക്സ് കാണുക എന്ന് പറയുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ ഈ കാര്യത്തിൽ ഒരു പ്രൊആക്റ്റീവായിട്ടുള്ള നിലപാടെടുത്ത് ഇതിനെ, ഈ കിഫ്ബിയെ നിയമ ഭേദഗതി കൊണ്ടുവന്ന് അത് പ്രതിപക്ഷത്തെ കൂടെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റി. അങ്ങനെയാണ് ഐകകണ്ഠേന ഇത് പാസ്സാക്കിയത്. എല്ലാം കഴിയുമ്പോഴും ഇത് തോമസ് ഐസക്കിൻ്റെ തലയിൽ തോന്നിയ എന്തോ ഒരു കിറുക്കൻ ആശയമാണ് എന്ന് ചിലരെങ്കിലും സംശയിച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ ഒരു അക്കാഡമിഷ്യനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഇദ്ദേഹം കൊണ്ടുവരുന്ന കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടിക്കലി ചിലപ്പോൾ നടക്കില്ല എന്ന സംശയം താങ്കളുടെ പാർട്ടിയിൽ പോലും ചില ആളുകൾക്കുണ്ടായിരുന്നുണ്ടാവും. ഇവരെയൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റി? ബൈ ഡൂയിങ് ഇറ്റ്. വർത്തമാനം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. യു ഡു ഇറ്റ്. ഒട്ടു വിശ്വാസികളാണ് ഡൗട്ടിങ് തോമസ്. എൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. സോ നമ്മൾ ചെയ്ത് കാണിക്കണം. ഇപ്പോൾ വിജ്ഞാന കേരളം, കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും. ആരും വിശ്വസിക്കുന്നില്ല. ലുക്ക്, ലോകത്ത് എത്ര കോടി തൊഴിലുണ്ടാവണം? അതിൽ നിന്നൊരു 10 ലക്ഷം തൊഴിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം തികയത്തില്ലേ? പക്ഷെ 10 ലക്ഷം മേടിച്ചുകൊണ്ടിരുമ്പോഴേ അതിന് പറ്റുന്ന കഴിവ് ഇവിടെയുള്ള ആൾക്ക് വേണം. ഡിഗ്രി കിട്ടിയാൽ പോരാ, മറിച്ച് എംപ്ലോയബിലിറ്റി വേണം. അതുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഇന്ന് കിഫ്ബിയുടെ പോലെ ആരും വിശ്വസിക്കുന്നില്ല.
ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ. ബട്ട് ഞാൻ പറയുന്നു, ഒറ്റ വർഷം മതി ഇന്ന് കേരളത്തിലെ ഫൈനൽ സ്റ്റുഡൻസിന് മുഴുവനും സ്കില്ല് ചെയ്യിച്ച് ഒരു വർഷം കൊണ്ട് ഒരു 2 ലക്ഷം പേർക്കെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡൺ. ഇപ്പോൾ ഈ നമ്മുടെ ഒരു ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ യാഥാസ്ഥിതിക സമീപനം ഉണ്ടാകും. അത് നമ്മുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളമാണെങ്കിലും അത്തരത്തിലുള്ള യാഥാസ്ഥിതിക ധനകാര്യ മാനേജ്മെന്റ് നടത്തിയിരുന്ന മന്ത്രിമാരും സർക്കാരുകളെ നയിച്ച പാർട്ടികളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കാം, നിങ്ങൾക്ക് അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കാം. ഇത് കിഫ്ബിയുമായിട്ട് മുന്നോട്ട് പോയതിനകത്തൊരു അഗ്രസീവ് അപ്രോച്ച് ഉണ്ടായിരുന്നു, ഒരു അഗ്രസീവ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു താങ്കൾ. ടു മീ ഫിനാൻസ് മിനിസ്റ്റർ കണക്കപ്പിള്ളയില്ലെന്ന് വരവഞ്ചൽ ഒപ്പിക്കുന്ന ആൾ ഒരു കണക്കപ്പിള്ളയല്ല. നാടിൻ്റെ ആവശ്യം അറിഞ്ഞതിന് ഫിനാൻസ് ചെയ്യലാണ്. കോവിഡ് വന്നു, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വരവും ചെലവും നോക്കിയില്ലല്ലോ. ഫിനാൻസ് ഇറ്റ് വെരി മെനി വേസ്. ഇനി നമ്മുടെ ട്രഡീഷണൽ എക്കണോമിക്സിൽ പഠിക്കുന്നത് കോൺട്രാ സൈക്ലിക്കൽ ബഡ്ജറ്റ് പോളിസി. മാന്ദ്യം വരുമ്പോൾ ചെലവ് കൂട്ടണം, പ്രോസ്പെറിറ്റി വരുമ്പോൾ ചെലവ് കുറക്കണം. അതാണ് സൈക്കിൾ. നൗ ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി നമ്മുടെ പ്രൈം കൺസേൺ ഡെവലപ്മെൻ്റ് ആണ്. നൗ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് മറികടന്നാലേ ഈ പറയുന്ന നമ്മുടെ സ്പ്രൗട്ട്സ് ഓഫ് സ്റ്റാർട്ടപ്പ് ആൻഡ് ന്യൂ എൻ്റർപ്രൈസ് സ്പ്രൗട്ട്സ് ആയിട്ടുള്ളൂ കേട്ടോ. അത് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് മറികടക്കണം. എന്തെങ്കിലും നടന്നാൽ പോരാ, ഇന്ന് വേണം. സോ യു ഫൈൻഡ് എ മീൻസ്. അത് ചെയ്യാൻ എന്താ മാർഗം? നിയമവിരുദ്ധമാകാൻ പാടില്ല. ഇവിടെ നിയമത്തിൻ്റെ പഴുതുകളുണ്ട്. ഇപ്പോൾ കേന്ദ്രം ഓടി വന്ന് ആ പഴുത് അടക്കാൻ പോയാണ്. യു ലുക്ക് ഫോർ അനദർ ഓപ്പർച്യൂണിറ്റി. സോ ദിസ് ഇസ് ഇതാ പറയേണ്ടത് ഡെവലപ്മെൻ്റൽ ഫിനാൻസിങ്. നമ്മൾ യാഥാസ്ഥിക പരമൻ ചെലവും ഒപ്പിച്ച് പോകുന്നൊരു ഏർപ്പാടല്ല, അഗ്രസീവായി അതാ ചെയ്തത്. അതിനിയും വേണ്ടി വരും. ബട്ട് നൗ എന്താ പ്രശ്നം? നമ്മൾ ചെയ്യണത് ഇതാണെന്ന് കണ്ടിട്ട് കേന്ദ്രം അതിൻ്റെ ചില പഴുതുകൾ അടക്കിയത്. നിങ്ങൾ പാടില്ല, അങ്ങനെ പാടില്ല. ഓൾ റൈറ്റ്, അവരെ ചെയ്താൽ നമ്മൾ വേറൊരു ഉത്തരം കണ്ടുപിടിക്കണം. ഇറ്റ്സ് എ ഗറില്ല വാർഫെയർ. You have got a government in center which does not believe in a developmental stage. അവർ പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. We'll dot them. We have to learn to dot them. ഇപ്പോൾ ഇത്തരത്തിൽ വലിയ മൂലധന സമാഹരണം അല്ലെങ്കിൽ പണത്തിൻ്റെ സമാഹരണം നടത്തുന്നു. അതിന് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എല്ലാവരും കൈയടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനുള്ളിൽ തന്നെ വന്ന വിമർശനം, ഇത് കേരളത്തിന് ഒരുപക്ഷെ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള കടം എടുക്കുന്ന പരിപാടിയാണ്. ഈ പൈസ എല്ലാം കൂടെ എവിടെ കൊണ്ട് അടയ്ക്കും എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഇതിനു വേണ്ടി ഇങ്ങനെ പണം തിരിച്ചടയ്ക്കാൻ വേണ്ടി, വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി കണ്ടെത്തിയത് മോട്ടോർ വാഹന നികുതി അല്ലെങ്കിൽ ഇന്ധന സെസ്, ഇതിൽ നിന്ന് വരുന്ന ഒരു ഗണ്യമായ തുക. ഇത് ഓരോ വർഷവും സംസ്ഥാന സർക്കാരിന് എടുത്ത് പല രീതിയിൽ ചെലവഴിക്കാൻ കഴിയുന്ന തുകയാണ്. അതിനെ എടുത്ത് ഈ രീതിയിൽ ചെലവഴിക്കുമ്പോൾ അതൊരു ശരിയായ ധനകാര്യ മാനേജ്മെന്റ് ആണോ എന്നുള്ള വലിയ വിമർശനം ഉയർന്നു. എന്താണ് താങ്കളുടെ മറുപടി? 2 ചോദ്യങ്ങളുണ്ട്, 2 ഉത്തരങ്ങൾ വേറെയാണ്. ആദ്യത്തെ ചോദ്യം, നിങ്ങളിങ്ങനെ വായ്പ എടുത്താൽ നാളെ തിരിച്ചടക്കാൻ പറ്റുന്ന ഉറപ്പെന്ത്? നൗ ദർ ഇസ് സംതിങ് കോൾഡ് അസറ്റ് ലയബിലിറ്റി മാച്ചിങ്. വെച്ചാൽ അസറ്റ് എന്താ? സംസ്ഥാന സർക്കാരിൽ നിന്ന് എല്ലാ വർഷവും കിട്ടുന്ന ഗ്രാന്റ് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. ലയബിലിറ്റി എന്താ? നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റുകൾക്ക് നൽകേണ്ടി വരുന്ന പണം, കോൺട്രാക്ടർ കൊടുക്കേണ്ട പണം. നൗ യു ഹാവ് ഗോട്ട് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം വിച്ച് കോൺസ്റ്റന്റ്ലി ഡസ് ദ അസറ്റ് ലയബിലിറ്റി മാച്ചിങ്. നിങ്ങളൊരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പറയും നിങ്ങളുടെ ലയബിലിറ്റി ഇത്രണ്ട് കൂടും. അത് ഏതെങ്കിലും അവസരത്തിൽ അസറ്റിന് മുകളിൽ പോയാൽ ആ പ്രൊജക്റ്റ് എടുക്കില്ല. അങ്ങനെ എടുത്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി ഫണ്ട് ട്രസ്റ്റ് ലയബിലിറ്റി ഫണ്ട് ബോർഡ് എന്നും പറഞ്ഞ് പഴയ CAG അധ്യക്ഷനാക്കിയ ഒരു സമിതിയുണ്ട്. അവരെല്ലാ വർഷവും റിപ്പോർട്ട് നിയമസഭയ്ക്ക് പറയും ഈ നിയമം തെറ്റിച്ചിട്ടില്ലെന്ന്. പിന്നെ എങ്ങനെ ഈ പ്രശ്നം വരുന്നു? സോ സിംപ്ലി ഇത് അറിയാത്തതുകൊണ്ടുള്ള വർത്താനമാണ്. രണ്ടാമത്തെ ചോദ്യം,
ഇങ്ങനെ എല്ലാ മാസവും എല്ലാ വർഷവും കിഫ്ബിക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഭാവി സർക്കാരിന് കിട്ടാവുന്ന വരുമാനം നിങ്ങളെടുത്ത് ഇപ്പോൾ ചെലവഴിച്ചാൽ എന്നാണ് ഭയങ്കര ചോദ്യമാണ് കേട്ടോ. ഒന്നര ചോദ്യമാണ് അത് ചോദിച്ചത്. അല്ല, ഇത് ഓരോ ഭാവി സർക്കാരിനോട് നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളങ്ങ് അസ്യൂം ചെയ്യണം നിങ്ങൾ തന്നെ ഭരിക്കാൻ പോണെന്ന്. വേറെ ആണെങ്കിൽ അയാളുടെ വരുമാനം എടുത്ത് ചെലവാക്കിയല്ലേ. ലോക്ക് അതുകൊണ്ട് ഞാൻ ഉത്തരം പറയും ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഈ റോഡുകൾ വേണോ, ഈ പാലങ്ങൾ വേണോ, ഈ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് വേണോ? ഒന്നുപോലും വേണ്ടെന്ന ഒരാളും പറഞ്ഞിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ തീരദേശ ഹൈവേയിൽ തർക്കം വന്നു. ബാക്കി ഒരു പ്രൊജക്റ്റിലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ശരി, ഇപ്പോൾ രണ്ടാമത്തത് ഇതൊക്കെ വേണ്ടതാണ്. എത്ര നാൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും? ബഡ്ജറ്റിൽ നിന്ന് മിച്ചം വെക്കുന്ന പണം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 25 വർഷം കൊണ്ട് ചെയ്യാം. 25 വർഷം കൊണ്ട് നമ്മളിതെല്ലാം ചെയ്യാൻ തീരുമാനിച്ചതാണ്. നമ്മൾ 25 വർഷം കൊണ്ട് ഈ കടം വീട്ടാം, ഇന്നതൊക്കെ പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലത്ത് നമുക്കിതെല്ലാം കിട്ടും. അല്ലെങ്കിൽ അത് നമുക്കൊക്കെ ഒരു കുറച്ച് പ്രായം കൂടിക്കൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതകാലത്ത് ഒന്നും വരത്തില്ല. സോ ഏതാ നല്ലത്? സോ നമ്മൾ നമ്മുടെ എക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഇത് ഇപ്പോൾ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം തിരുവനന്തപുരത്ത് അതിങ്ങനത്തെ ആനുവിറ്റി പ്രോഗ്രാമാണ്. എല്ലാ സർക്കാരും ചെയ്യുന്നതാണ്. കോൺട്രാക്ട് കൊടുത്തപ്പോൾ കോൺട്രാക്ടോട് ചോദിച്ചു, ഞങ്ങൾ 20 വർഷം കൊണ്ടേ പൈസ തരത്തുള്ളൂ, നിങ്ങൾ കടം മേടിച്ച് പണം തോണം, അപ്പോൾ എത്ര രൂപ ഓരോ വർഷവും തരണം, അതാണ് ടെൻഡർ വിളിക്കുന്നത്. ഇത് സർവ്വസാധാരണമായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ കണക്കെടുത്ത് നോക്കിയപ്പോഴേ ഇംപ്ലിസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 12 മുതൽ 20% വരെയാണ്. 100 കോടി 200 കോടിയൊന്നും വായ്പ എടുക്കാൻ നമ്മുടെ കൊച്ചു കോൺട്രാക്ടർമാർ കഴിയില്ല. അപ്പോൾ ടെൻഡർ വിളിക്കുമ്പോൾ 1-2 പേരേ ഉള്ളൂ. അവരെ ഒത്തു വിളിച്ചിട്ടുണ്ടെങ്കിൽ കരാർ കൂട്ടി വെക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനെ പിന്നെ ഈ കോൺട്രാക്ടർ വായ്പ എടുക്കണം, നമ്മളൊരു മിടുക്കം കമ്പനി ഉണ്ടാക്കിയാൽ പോരെ, അത് വായ്പ എടുത്ത് കോൺട്രാക്ടർ കൊടുത്താൽ പോരെ. ദാറ്റ്സ് വാട്ട് വി ഡിഡ്. നമുക്ക് 7%, 8% അല്ലെങ്കിൽ 9% വായ്പ കിട്ടുന്നു. സോ രണ്ടാമത്തെ ചോദ്യത്തിനും ഒരർത്ഥമില്ല. ഇഫ് യു ആർ ഓൾ അഗ്രീഡ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മറ്റന്നാ വരുന്നതിനേക്കാൾ നല്ലത് ഇന്ന് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു 4-ാം വർഷമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 4-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കിഫ്ബി പ്രോജക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ വല്ലാണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ക്രിയേറ്റ് ചെയ്തൊരു ബസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വാർത്തകൾ വരുന്നു, പ്രോജക്ട്സിനെ കുറിച്ചുള്ള ധനമന്ത്രി ആവേശപൂർവ്വം പറയുന്നു, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മുന്നണിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ MLA-മാർക്കും അവരുടെ മണ്ഡലത്തിൽ പ്രോജക്ട്സ് വേണം. പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആഘോഷിക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അധികമൊന്നും കേൾക്കുന്നില്ല? ഇപ്പം ഈ ടോൾ പിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ മാത്രമാണ് കിഫ്ബിയെക്കുറിച്ച് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാകാതെ പോകുന്നത്? നേരത്തെ നമ്മൾ 2 കാലുമേ നടന്നിരുന്നേ. ഒരു കാല് ലെഫ്റ്റിൻ്റെ ട്രഡീഷണൽ കാലാണ്, ലെഗാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കും. ഓക്കെ, പക്ഷെ അതിന് കുറവുണ്ടായത് ഒറ്റക്കാലം നടക്കുകയായിരുന്നു. ഈ പശ്ചാത്തല സൗകര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി മുതൽ മുടക്കില്ല, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടത്ര പ്രോത്സാഹനം കിട്ടുന്നില്ല. നമ്മളിപ്പോൾ രണ്ടാമത്തെ കൂടി ചെയ്യും. 2 കാലിൽ ഭംഗിയായിട്ട് നടന്നപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ പിന്തുണ കിട്ടി. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ കേന്ദ്ര സർക്കാരിന് ഇത് മനസ്സിലായി എന്ത് ഈ ചെയ്യുന്നത്. നമ്മൾ കേരളം അത്ര മോശക്കാരല്ല. നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ 30% താഴ്ന്നതായിരുന്നു നമ്മുടെ വരുമാനം. ഇന്ന് നമ്മുടെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയിലെ ശരാശരി വരുമാനത്തിൻ്റെ 60% ഉയർന്നതാണ്. നൗ ഈ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല 60 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സംസ്ഥാനമായിട്ട് മാറാൻ പോയാണ്. ദാറ്റ് ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് ഐഡിയോളജിക്കൽ പ്രോബ്ലംസ്. അത് ഡിസ്റപ്റ്റ് ചെയ്യണം. ഡിസ്റപ്റ്റ് ചെയ്യുന്നതിന് സ്വീകരിച്ച മാർഗമാണ് കിഫ്ബി എടുക്കുന്ന വായ്പ, സർക്കാരിൻ്റെ വായ്പ എന്ന് പറഞ്ഞ് നമ്മുടെ വായ്പ വെട്ടി കുറയ്ക്കാം.
വേറെ പലതും പണം തരാനുള്ള പണം തരാതിരിക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വന്നു. തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ ഒരു അതിർത്തി വന്നു. അപ്പം അതിർത്തി വന്നപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ കാര്യം നോക്കുന്നില്ല. വളരെ സ്വാഭാവികമല്ലേ, നമ്മൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഔദാര്യം ചെയ്തു കൊടുക്കണമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ അവകാശമാണ് എന്നല്ലേ പറയണേ. അപ്പോൾ വലിയ വലിയ പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, ഞങ്ങളുടെ ഈ പെൻഷൻ ഇതിന് കുറവ് വന്നിരിക്കുന്നു. ദേഷ്യം വരും, ശുണ്ഠി വരും. ഇത് അവസരമാക്കി മാറ്റിയിരിക്കുക ഈ വലിയതിനെല്ലാം താറടിക്കാനായിട്ട്. ഈ വലിയ പ്രൊജക്റ്റ് എടുത്തതും പെൻഷൻ കുറഞ്ഞതും യാതൊരു ബന്ധവുമില്ല, അത് കിഫ്ബി എന്നാണ്. ബന്ധപ്പെടുത്തിയതാരാ? കേന്ദ്ര സർക്കാർ വന്ന് പറയുന്നു കിഫ്ബി എടുത്ത വായ്പ നിങ്ങളുടെ ബഡ്ജറ്റ് വായ്പയിൽ നിന്ന് കുറയ്ക്കും. എല്ലാവരും എങ്ങനെയാണ് സംസ്ഥാനത്തിന് ധനകാര്യം നന്നാക്കാന്നൊക്കെ ചർച്ച ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളിയാ, കേന്ദ്ര സർക്കാർ റിസ്റ്റോർ ദ വായ്പ, ഫിനിഷ്ഡ്, പ്രശ്നമില്ല. നമുക്ക് പെൻഷൻ 2500 ആക്കാന്ന്, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ ബജറ്റിന്റെ ഭാഗമാകുന്ന വരുമാനം എടുത്തല്ലേ അവരെ ഈ പണം റീപേ ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നതിനകത്ത് ഒരു യുക്തി ഉണ്ടെന്ന് നമുക്ക് കണ്ടുകൂടെ? 25% ഇപ്പൊ തന്നെ റവന്യൂ മോഡലിലുള്ളതാണ്. ഇപ്പോ എസ്റ്റേറ്റ് കെ ഫോൺ ആ പണം കൊടുത്തിരിക്കുന്നത് തിരിച്ചു കിട്ടണം. ട്രാൻസ്ഗ്രിഡ് അത് തിരിച്ചു കിട്ടണം. ബാക്കിയുള്ളതേ മേടിക്കുന്നുള്ളൂ. ഇത് തന്നെയല്ലേ നഹായ് ചെയ്യുന്നത്? നഹായ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് പണം, കുറച്ച് ടോളും പിരിക്കുന്നുണ്ട്. നമ്മളും ടോള് പിരിക്കുന്നു, 25% ഉണ്ട്. ഇവർ പറയണേ കേന്ദ്രത്തിനാണെങ്കിൽ അങ്ങനെ ചെയ്യാം, സംസ്ഥാനത്തിനാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ കുറച്ച് പൈസ കൊടുക്കും. ഒരു യുക്തിയില്ല, മുട്ടാപ്പോക്ക് പറയണം. അപ്പൊ എന്തിനാണ് നമ്മളിപ്പോ ടോള് പറയുന്നത്? കാശ് പിരിച്ച് സംസ്ഥാന സർക്കാരിന് എടുക്കാനൊന്നുമല്ല. നമ്മുടെ ദേശീയപാതയിൽ 20 വർഷം കൊണ്ട് മുതൽ മുടക്ക് ടോൾ വെച്ച് പിരിക്കാനാണ് പരിപാടി. നമ്മൾ പറയണ് ഒരു 75 വർഷം കൊണ്ട് ഞങ്ങൾ പിരിച്ചോളാം. അപ്പൊ നിസ്സാര പൈസ, ഒരു 10 രൂപ വരത്തുള്ളൂ. ഈ ടോളിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ നഹായ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മളൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉന്നയിച്ചു. സംസ്ഥാന സർക്കാർ അവരങ്ങനെ ചെയ്യുന്നില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, ഞങ്ങൾക്കും പറ്റണം എന്ന് പറഞ്ഞപ്പോൾ അതിന് കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു മറുപടിയുണ്ട്, അവർ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കിഫ്ബി പ്രോജക്ട്സിൽ നിന്ന് എത്രത്തോളം റവന്യൂ ജനറേറ്റിംഗ് പ്രോജക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം ഇപ്പോൾ നമ്മുടെ അമ്പലമുകൾ പ്രോജക്റ്റ്, ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നല്ല വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ കൂട്ടുന്നതിന് നമ്മളുടെ പദ്ധതി എന്താണ്? ഒന്ന്, തിരിച്ചടവ് വേണം. പ്രോജക്റ്റുകൾക്ക് ഫ്രീ കൊടുക്കണ്ട, തിരിച്ചടവ് വേണം. 2, ചെറിയ ടോള് വെക്കണം. അപ്പോൾ ഒരു കോടതി പോലും പറയാൻ പറ്റും ഞങ്ങളും റവന്യൂ മോഡലാണ്, അവർ 20 വർഷം കൊണ്ട് പിരിക്കുന്നു, ഞങ്ങൾ 100 വർഷം കൊണ്ട് പിരിക്കുന്നു. ഞങ്ങൾ മനുഷ്യന്മാർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കും, പ്രദേശവാസികൾക്ക് ഫ്രീ ആണ്, ഇതെല്ലാം നമ്മൾ ഇളവ് കൊടുക്കും. അപ്പോൾ അവർക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. യു വിൽ ഗോ ടു സുപ്രീം കോർട്ട്, ഫൈറ്റ്. നമ്മളിത് കാണുന്നതേ കേരളത്തെ തകർക്കാൻ വേണ്ടി അവർ നടത്തുന്ന നീക്കം അതിന് മറുനീക്കമായിട്ടാണ്. നമ്മൾ സറണ്ടർ ചെയ്യാൻ പോകുന്നത്. ഇവരിങ്ങനെ പറഞ്ഞു അയ്യോ വേറെ വഴിയൊന്നുമില്ല, നമ്മൾ വീണ്ടും പോയി. നോ, നമുക്ക് വേറെ വഴിയുണ്ട്, നമ്മൾ കാണിക്കും. സോ ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യം കൃത്യമാണ്. നഹായ് പോലെ ഞങ്ങൾക്കും ഉണ്ട് വരുമാനം. നഹായ് 20 വർഷം കൊണ്ട്, ഞങ്ങൾ 100 വർഷം കൊണ്ട് പിരിച്ചോളാം. ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ 20 വർഷം കൊണ്ട് പിരിക്കണമെന്ന്? ജനങ്ങളുടെ ചിലപ്പോൾ വലിയ ഭാരമൊന്നും ഉണ്ടാവില്ല, ചെറിയ ഭാരം ഉണ്ടാവുള്ളൂ. കോടതിയിൽ അവരെ മീറ്റ് ചെയ്യുക. ദിസ് ഇസ് ഇറ്റ്, ഇറ്റ്സ് എ ഫൈറ്റ്. അത്രയും ദീർഘകാലം കൊണ്ട് പിരിച്ചെടുക്കുന്നത് ശരിയായ സാമ്പത്തിക ശാസ്ത്രത്തിൽ പെടുന്ന ഒരു കാര്യമാണോ? ഒരു കുഴപ്പമില്ല. മോഡലിൽ പറയുന്നത് പിരിക്കണമെന്നല്ലേ. നിങ്ങൾ ചെലവാക്കിയ പണം റവന്യൂ ആയിട്ട് പിരിക്കണം. ഇത്ര വർഷം കൊണ്ട് പിരിച്ചോടുന്നു വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നമ്മളിപ്പോൾ 100 വർഷമൊന്നും പറയുന്നില്ല, ഒരു 50 വർഷം കൊണ്ട് പിരിക്കും. ആയി ഓക്കെ. ഇന്ത്യ സർക്കാർ നമ്മൾ ചർച്ച ചെയ്തിട്ട് എത്ര വർഷത്തെ, 47 വർഷത്തേക്കാണ് വിഴിഞ്ഞം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ 50 വർഷം എന്ന് വെച്ചാൽ ഭയങ്കര വർഷമാണ്. നോ, ഈ കിഫ്ബി പ്രോജക്ട്സിനെ കുറിച്ച് നമ്മൾ ഇത്ര സജീവമായിട്ട് ആലോചിക്കുകയും ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ എത്ര ശതമാനം ഈ റവന്യൂ ജനറേറ്റിംഗ് പ്രോജക്ട്സ് വേണം എന്ന് ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് അത് എത്രത്തോളം വളർത്തണമെന്ന് ആലോചിച്ചിട്ടുണ്ട്? ആ വളർച്ച ഉണ്ടാകുന്നുണ്ടോ?
25% ഇപ്പോൾ റവന്യൂ ഏണിംഗ് ആണ്. അത്രയും മതിയോ? ബാക്കിയുള്ള നമ്മളിപ്പോൾ കേന്ദ്രം കുറച്ച് വായ്പ തന്നില്ലല്ലോ. ഓൾ റൈറ്റ്. അപ്പോൾ ഈ സ്കൂളും കെട്ടിടവും മറ്റുമൊക്കെ അതിൽ കിട്ടിക്കിട്ടും. ബാക്കി ഇനി പണിത റോഡും എല്ലാം ഞങ്ങൾ റവന്യൂ ഏണിങ്ങാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഞങ്ങളുടെ വായ്പ വെട്ടിക്കുറക്കാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ധനപ്രതിസന്ധി തീർന്നു. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഈ റോഡിൽ ടോളാണെങ്കിലും അല്ലെങ്കിൽ യൂസർ ഫീ ആണെങ്കിലും അതിപ്പോൾ പുതുതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും മനുഷ്യരുടെ ഒരു സാധാരണ ഒരു മാനസിക നില എന്ന് പറയുന്നത് റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ റോഡ് ഉണ്ടാക്കി തരണം, അതിനകത്ത് ടോൾ പിരിക്കാനോ യൂസർ ഫീ വാങ്ങാനോ പാടില്ല എന്നുള്ളതാണ്. അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് മാനസികാവസ്ഥ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ എത്രയധികം വർഷം കൊണ്ട് പിരിച്ചെടുക്കാനുള്ളതാണെങ്കിലും അത് അങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വലിയ പ്രതിഷേധമൊന്നും ഇല്ലാതെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മലയാളി മാറി, നമ്മുടെ സമൂഹം മാറി എന്ന് കരുതുന്നുണ്ടോ? ഞാനപ്പോഴും മറുചോദ്യം ചോദിക്കും, രാജീവിനോടും ചോദിക്കുകയാണ്. അപ്പൊ ബദൽ നിർദ്ദേശം എന്താ നിങ്ങളുടെ? ഈ റോഡ് പിന്നെ അത് പറയണ്ട്, ഇത് സാധ്യമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ശരി, വേണ്ട, ഈ റോഡ് വേണോ? എല്ലാവരും പറയും വേണം. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ പോംവഴി? അല്ല, എന്റെ പോംവഴി നിങ്ങൾക്ക് പോംവഴിയില്ല. അല്ല, ഞാൻ പറയും ഇതേ പോംവഴിയേ ഉള്ളൂ. ഇപ്പൊ ഈ കേന്ദ്രം, നമ്മൾ ദ്രോഹിക്കുന്ന കേന്ദ്രം ഇങ്ങനെ നിലപാടെടുത്തപ്പോ ഈ റോഡ് വേണോ? അല്ല, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് റോഡ് വേണം, ഞാൻ അത്തരത്തിലുള്ള ടോള് കൊടുക്കാനും തയ്യാറാണ്. പക്ഷെ ഞാൻ നമ്മുടെ പൊതുസമൂഹത്തിൽ മാത്രമല്ല, പൊതുസമൂഹം എന്ന് പറയുന്നത് പലപ്പോഴും അവർ ചിന്തിക്കുന്നത് മാത്രമല്ല, അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയം ഇടപെടുന്നതിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് വലിയൊരു സ്മൂത്ത് സെയിലിംഗ് നടക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടോ? ആ കാര്യത്തിൽ എന്താണ് വിലയിരുത്തൽ? നിങ്ങൾ അവിടെയാണ് രാഷ്ട്രീയം വരുന്നത്. ഇത് ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റുമോ? വിശദീകരിക്കണം. മറിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട്. പൊളിറ്റിക്കൽ സ്ട്രഗിൾ. നമ്മൾ പറയുമ്പോൾ ചെന്നാലും ഞാൻ ചോദിക്കുക, ഈ റോഡ് വേണോ? ഈ പാലം വേണോ? വേണം. ഇതല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് വേണോ വേണ്ടേ എന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ ഹൗസിംഗ് പ്രോഗ്രാമും ഒക്കെ ചെയ്യുന്നത്. EMS ഹൗസിംഗ്, ലൈഫ് ഹൗസിംഗ്. എന്താ ബഡ്ജറ്റിൽ നിന്ന് പഞ്ചായത്തിന് കിട്ടുന്ന പണം വെച്ച് വീട് പണിയാൻ പോയാൽ ഒരു 20 വർഷം കൊണ്ട് വീട് പണി തീരത്തുള്ളൂ. എല്ലാവർക്കും വീട് കൊടുക്കാൻ പറ്റും. അതിനു പകരം ഇങ്ങനെ സർക്കാരിൽ നിന്ന് പണം കിട്ടുമ്പോൾ തിരിച്ചടച്ചു കൊള്ളാം ഭാഗ്യമായിട്ടെന്ന് പറഞ്ഞ് ഇന്ന് വായ്പ എടുത്ത് എല്ലാവർക്കും വീട് പണിയണം. അതല്ലേ നല്ലത്? ഈ പാവപ്പെട്ടവന്, ഇന്നുള്ളവന് ആ വീട്ടിൽ കിടന്ന്, പുതിയ വീട്ടിൽ കിടന്ന് ജീവിക്കാമല്ലോ, മരിക്കാമല്ലോ. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് വീട് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? സോ നമ്മൾ ജനങ്ങൾ മുഴുവൻ ഇറാഷണലാണ്, ഇമോഷണലാണ് എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ അത് റാഷണലായിട്ട് ക്ഷമാപൂർവം ജനങ്ങളോട് വിശദീകരിക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗം. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ടോളിൻ്റെ കാര്യത്തിൽ ഒക്കെ വരുമ്പോഴാണെങ്കിലും അല്ലാതെ ഈ കിഫ്ബിയുടെ പ്രോജക്ട്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കേന്ദ്രം നമ്മളെ കുറേ സമ്മർദ്ദം ചെലുത്തുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ മറ്റു ചില അടിസ്ഥാന മേഖലയിലുള്ളവർ ഇത്രയും വലിയ പ്രോജക്ട്സ് ചെയ്യുന്നു, ഞങ്ങളുടെ പ്രശ്നം പരിഗണിക്കുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ വന്നപ്പോൾ ഒരു വേഗം കുറഞ്ഞു എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കിഫ്ബി പ്രോജക്ട്സ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യത്തിൽ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് താങ്കൾക്ക് സർക്കാരിനോട് എന്താ പറയാനുള്ളത്? സെയിം. ഒരു ബഡ്ജറ്റ് എത്രയാണ്? 1,50,000 കോടിയിട്ടാണ്. അതിന് 5,000 പോയി കഴിഞ്ഞാലും ബാക്കിയില്ലേ? അതിന് ശമ്പളവും കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റാത്ത 50,000 കോടി പോട്ടെ, അപ്പോഴും 1,00,000 കോടിയില്ലേ? ആ 1,00,000 കോടിയിൽ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, അറിയത്ത് പോലും ഇല്ല വേണ്ടെന്ന് വെച്ചെന്ന്. അതൊന്നും മുടക്കില്ല കൊടുക്കും. എന്നിട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും. അപ്പോൾ പാവപ്പെട്ടവനോടൊപ്പം നിൽക്കും. അതായത് സർക്കാരിൻ്റെ പ്രയോറിറ്റി ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ അത്യാവശ്യമില്ലാത്തത് ഒഴിവാക്കിയിട്ട് ക്ഷേമകാര്യങ്ങൾ നടത്തുക, ഈ കിഫ്ബിയും നടത്തുക. യെസ്, അത് ചോയ്സ്. അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ പറയുന്നത് അത് പോരാ. ശരി, നമുക്ക് നോക്കാം. ആശാ വർക്കേഴ്സിന് കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല, അപ്പോൾ കൊടുത്തോണം കേന്ദ്രം നൽകി. അത് മുൻഗണനയായി അങ്ങനെ ഇരുന്നോട്ടെ.
വേറെ ആൾക്ക് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ കൊടുത്തേ പറ്റൂ, അതിന് കുടിശ്ശിക പാടില്ല. അപ്പോൾ വേറെ ചിലത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമ്മുടെ 1,00,000 കോടി രൂപയിട്ട് ഈ കളിക്കണതേ. അപ്പോൾ ചിലതങ്ങ് മാറ്റി വെച്ചുകൊണ്ടൊന്നും സംഭവിക്കില്ല. ആ വകുപ്പ് മന്ത്രിക്ക് പ്രയാസം വരും, ബട്ട് ആസ് പീപ്പിൾ ആർ കൺസേൺ അതൊന്നും വലിയ പ്രശ്നമായിട്ട് വരത്തില്ല. ഓക്കെ, ഓഡിയൻസിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് ഷിനോജ് എന്നാണ്. ഞാനിവിടെ RCCയിൽ നഴ്സായിട്ട് ജോലി ചെയ്യാണ്. എനിക്ക് ഒരു പരാതി പറയാനാണ്. കാരണം ഇത് സാറ് 2006 IFBI തുടങ്ങണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പരാതി. കാരണം അന്ന് എനിക്ക് 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറേ കൂടെ നല്ല ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് 35 വയസ്സായി. ഈ സൗകര്യങ്ങളെല്ലാം ഒരു 10 വർഷം മുമ്പ് എനിക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു 10-60,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. ഞാനൊരു ഹൗസിംഗ് ലോണ് മാസം 30,000 രൂപ വാടകയ്ക്ക് താമസിച്ച് മാസം 30,000 രൂപ ചെലവിനെടുത്ത് ബാക്കി 30,000 രൂപയ്ക്ക് വീട് വെക്കാൻ പോയാൽ 10 വർഷം എടുക്കും വീട് പൂർത്തിയാവാൻ. അതേസമയം ഞാൻ ഒരു സ്ഥിരവരുമാനക്കാരൻ എന്നുള്ള രീതിയിൽ എന്നെക്കാളും സ്ഥിരവരുമാനമുള്ള ഒരാളാണ് സർക്കാർ. ആ സർക്കാർ ഒരു 10-100 കോടി ഞാനൊരു ഹൗസിംഗ് ലോൺ 50 ലക്ഷം എടുത്ത് വീട് വെക്കുന്നത് വെച്ചാൽ അവന് ഈ പറഞ്ഞ പോലെ എൻ്റെ മക്കൾക്ക് വാടക വീട്ടിൽ കിടക്കണ്ട, എൻ്റെ മക്കൾക്ക് ഒരു സ്വന്തമായിട്ട് പെട്ടെന്നൊരു വീടുണ്ടാവും. അതേ ചിന്തയാണ് IFBI എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം ചിന്തിക്കുന്ന ആളുകളൊന്നും IFBIക്ക് എതിരായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് ആകെയുള്ള പരാതി ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രമാണ്. സധൈര്യം മുന്നോട്ട് പോകുന്നതിനെ വിശ്വസിക്കുന്നു. അതെ, കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നത്. ചില വിജ്ഞാനമൊക്കെ വിവേകമൊക്കെ വരുന്ന സ്വല്പം വൈകിട്ടാ. എന്താ പ്രശ്നം? 2009 മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ലോക സാമ്പത്തിക മാന്ദ്യം വന്നത്. ഞാൻ പഠിച്ച ശാസ്ത്രപ്രകാരം സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കണം, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. ഫിനാൻസ് സെക്രട്ടറി സമ്മതിക്കത്തില്ല. വെൽ, വാട്ട് ഐ ഡിഡ് വാസ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ 5,000 കോടി ചെലവങ്ങ് പ്രഖ്യാപിക്കും. ബഡ്ജറ്റ് പ്രസംഗം എൻ്റെതാണ്. Nobody has any right, and once it is declared is part of the documents. 5,000 crores. What is my logic? 5,000 crores സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറഞ്ഞ് ഈ റോഡുകളും പാലങ്ങളും ഒക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 വർഷം കൊണ്ടല്ലേ ഇതിൻ്റെ ബില്ലുകൾ വരത്തുള്ളൂ. 1,00,000 കോടി രൂപയുടെ ബഡ്ജറ്റുള്ളൊരു സർക്കാരിന് ഒരു 1,000-2,000 കോടി രൂപ ഒരു വർഷം കൂടുതൽ ചിലവാക്കേണ്ടി വന്നാൽ വല്ല പ്രശ്നവും ഉണ്ടാവും? ആരെങ്കിലും അറിഞ്ഞോ? എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കിയോ? ഇൻഫാക്ട് ഇതിൻ്റെ ഒരു അഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ ആദ്യ വർഷത്തെ സ്റ്റേറ്റ് ഫിനാൻസിൻ്റെ റിപ്പോർട്ടിൽ ഒരു പേജ് കേരളത്തിലെ സ്റ്റിമുലസ് പാക്കേജിനെ കുറിച്ച് കൊടുത്തു. We are the only state in India that undertook a stimulus package. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സ്വല്പം കൂടി തൻ്റെ ഇടം നമുക്ക് കുറച്ചുകൂടി വേണ്ടി വന്നു. കൈവിറക്കാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ. കയറി നിന്നിട്ട് 1,00,000 കോടി രൂപയുടെ പ്രൊജക്റ്റൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കണ്ടേ? അതൊക്കെ പറയാനുള്ള തൻ്റെ ഇടവും വേണ്ടേ? സോ ഇറ്റ് ടേക്സ് ടൈം. സോറി, നേരത്തെ ആവേണ്ടതായിരുന്നു. അല്ല, ഈ അതിന്റെ കാര്യം ചോദിക്കുമ്പോൾ അന്ന് കാലം അതിന് ആയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടോ? നയങ്ങൾ കാലമല്ല, ഞാനും ആയിട്ടില്ല. We also learn experience, no? For time. പേടിച്ചാണ് മറ്റത്. 5,000 കോടിയേ ഉള്ളൂ, പക്ഷെ 5,000 കോടി തന്നെ ബജറ്റിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കും? ഐ ടെൽ യു, അതിനെ കളവൊരുക്കാൻ വേണ്ടി കൈരളിയിൽ എല്ലാ ദിവസവും ലോക സാമ്പത്തിക കുഴപ്പത്തെക്കുറിച്ച് ഐ വുഡ് ഗിവ് എ കമൻറ്റ്. സെമിനാർസ്. ഐ റോട്ട് എ ബുക്ക്, ലോക ആഗോള കുഴപ്പവും ആഗോള വ്യവസ്ഥയും. ഇതൊക്കെ ചെയ്യുന്നത് നാട്ടുകാരെ പഠിപ്പിക്കാൻ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെന്തും മണ്ടത്തരം ചെയ്തു എന്ന് കരുതരുത്. സെക്കൻഡ്ലി, മൈ ഫിനാൻസ് സെക്രട്ടറി ഷുഡ് സോൾവ് ഇറ്റ്. So you create an environment where such action is condoned. So എല്ലാത്തിനും ഒരു കാലമുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കും. എൻ്റെ പേര് അനസ്, കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ അധ്യാപകനാണ്. ഈ സദസ്സിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ അക്കാദമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠനങ്ങളും ഞാൻ ഒരിക്കൽ പോലും IFBI എന്നൊരു വാക്ക് കേട്ടിട്ടില്ല. നമ്മുടെ ഈ ഒരു പഠന സമ്പ്രദായത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് കഴിഞ്ഞ
സെഷനിൽ ചർച്ചകളിലൊക്കെ കേൾക്കുകയും ചെയ്തു ഇവിടെ തന്നെ. ശരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ഭാവി കേരളത്തെക്കുറിച്ചുള്ള സാമ്പത്തിക സാംസ്കാരിക തലങ്ങളിലുള്ള അടിസ്ഥാന ധാരണ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അക്കാദമികളിൽ നിന്നല്ലേ. പകരം പലപ്പോഴും ഇതിൻ്റെ ഒരു ഈ ചിന്തയും ഇതിൻ്റെ പ്രയോഗമൊക്കെ വരുന്നത് പലപ്പോഴും ബ്യൂറോക്രസിയിൽ നിന്നാവുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ അത് പോസിറ്റീവാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ അക്കാദമികൾ അത്തരത്തിലുള്ള ഒരു സക്രിയമായ ഒരു പ്രയോഗ വിജ്ഞാനത്തിലേക്ക് കടക്കാത്തത്? അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ പറഞ്ഞ് സ്കൂളിൽ തന്നെ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നുണ്ട്. അത് ചില അർത്ഥങ്ങളിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ധാരാളം പരിമിതികളുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ഈ സാമ്പത്തിക ശാസ്ത്രം ഈ സർക്കാർ ഓരോന്ന് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലൊന്നും നമ്മുടെ അധ്യാപകർക്ക് മനസ്സിലാവുന്ന പോലുമില്ല. പലപ്പോഴും അവർ തന്നെ കിഫ്ബിയുടെ വിമർശകരായിട്ട് വരുന്നു. മറ്റൊന്ന് കാര്യം, ഞാൻ കേരളിൻ്റെ ചർച്ചയിൽ പലപ്പോഴും കണ്ടു, ആ കേരള വളരെ കാര്യമായി തന്നെ നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ അക്കാദമിക സ്ഥാപനങ്ങളിലെ പല വിദഗ്ധർക്കും എന്ന് പറഞ്ഞാൽ അധ്യാപകർ എന്നാണ് പറയുന്നത്, വിദഗ്ധർ എന്ന് പറയാൻ പറ്റുന്നറിയില്ല, അവർക്കൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് ധാരണ എത്തുന്നത്. ഡോക്ടറേറ്റ് പോലും നേടിയവരാണ്. അപ്പം അത്തരത്തിലുള്ള വലിയൊരു വൈരുദ്ധ്യം ഇത്തരത്തിലുള്ള അക്കാദമിക്കുകളും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നമ്മൾ ഉണ്ടായിരുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെ കേരളത്തിൽ വന്നു എന്നുള്ള സംശയം. നമ്മൾ ആദ്യം പറഞ്ഞു ചെയ്യുന്ന കേരള മോഡലിൻ്റെ പരിമിതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ക്രമവും പല രീതിയിലും പരിമിതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സദസ്സിനുള്ളിൽ മാത്രമേ എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു അധ്യാപക സംഘടനയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്, AKPCTയുടെ. വെൽ, എല്ലാ അക്കാഡമിക്സും അങ്ങനെയല്ല. എമേഴ്സൺ അക്കാഡമിക് ആസ് പ്രൊഫസർ അറ്റ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ബിഫോർ ഐ ബിക്കേം ഫുൾ ടൈം വർക്കർ. ബട്ട് ഐ അഗ്രി വിത്ത് യു. ഇന്നത്തെ ഒരു ദുര്യോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വലിയ ചലഞ്ച് നമ്മുടെ സ്ട്രാറ്റജിക്ക് നേരെ വന്നപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുബോധ്യം ഇവിടെ എന്തോ ഭയങ്കര കടക്കണിയിലും പ്രശ്നത്തിലുമാണെന്ന്. അതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു പൊട്ടിത്തെറി കേരളത്തിൽ നിന്ന് ഉണ്ടാവാത്തത്. ഇന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ 2.6% ജനങ്ങൾ കേരളത്തിലുണ്ട്. ഇന്ത്യയുടെ 1.9% നമുക്ക് ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് കിട്ടത്തുള്ളൂ. അത് പിന്നെ ഒരു അവാർഡായിട്ട് പോട്ടെ. സെൻട്രലി സ്പോൺസർഡ് സ്കീം നമുക്ക് 1.6% ഉള്ളൂ. സ്പെഷ്യൽ പാക്കേജ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് 1.1% ഉള്ളൂ. നമുക്ക് സ്പെഷ്യൽ പാക്കേജ് കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 0 ആണ്. ബട്ട് സ്റ്റിൽ there is no protest here. ഇതിൻ്റെല്ലോ നമ്മുടെ അക്കാഡമിക് വേൾഡിൽ ഒരു ഭാഗം ആളുകൾ പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ആക്റ്റീവായിട്ട് ഇത് ശ്രീലങ്ക പോലെയാണെന്നൊക്കെ പറഞ്ഞിറങ്ങിയ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. ആൻഡ് ബിക്കോസ് ഓഫ് മീഡിയ സപ്പോർട്ട് ദ റിസീവ് അതാണ് ഇന്നത്തെ പൊതുബോധ്യം. സോ ഇറ്റ്സ് എ ഹപ്പിൽ ടാസ്ക്. നിങ്ങളുടെ കേരള എക്കണോമിക് അസോസിയേഷൻ്റെ 2 ജെൻഡർ ബോഡിയിൽ ഇപ്പോൾ 2ാമത്തേലാണ് ഐ ആം ഹാവിങ് എ പബ്ലിക് ഡിബേറ്റ് ഓൺ ദിസ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച നടന്നതിലും ഇതിൻ്റെ ഡിബേറ്റിന് ഞാൻ പോയിരുന്നു. സോ കുറച്ച് അപ്പിൽ ടാസ്ക്കാണ്. പിന്നെ നിങ്ങൾ ഫറൂഖ് കോളേജ് പറഞ്ഞ് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ചാണ് ചോദിക്കാൻ പോണെന്ന്. ദാറ്റ് ഇസ് another interesting institution which didn't take off. കാരണം റിസർവ് ബാങ്ക് അവരുടെ നയം മാറ്റിക്കളഞ്ഞു. ബട്ട് അതർവൈസ് that would have made a big impact on Kerala. കിഫ്ബി പോലെ തന്നെ റിസോഴ്സ് മൊബിലൈസേഷന് വേറൊരു രൂപമായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ കിഫ്ബി പ്രോജക്റ്റ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് നയിച്ച അതിൻ്റെ എഞ്ചിനായിരുന്നു ധനമന്ത്രിയും ധനകാര്യ വകുപ്പും അതുപോലെ തന്നെ സർക്കാർ മൊത്തത്തിലും. ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വലിയൊരു ഇത് കാണുന്നില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ പ്രോജക്ട്സ് കംപ്ലീറ്റ് ആവുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ വരികയൊക്കെ ചെയ്യുമായിരിക്കും. കേരളത്തിൻ്റെ വികസനത്തിന് കിഫ്ബി വഴിയെത്തുന്ന പണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര സർക്കാർ പലതവണയായിട്ട് ഇതിന് ഉടക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിന് അക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് വിചാരിക്കാം. താങ്ക് യു വെരി മച്ച്.